ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ VTS മാൾ ഒരുങ്ങിക്കഴിഞ്ഞു. ആഘോഷങ്ങൾക്ക് ചാരുത നൽകാൻ വർണ്ണ വസ്ത്രങ്ങളുടെയും ഫാൻസി ആൻഡ് ഫുട്വെയറിന്റെയും മനോഹരമായ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. കുടുംബത്തോടൊപ്പം ഈ പെരുന്നാൾ പർച്ചേസിംഗ് VTS വെഡിംഗ് സെന്ററിൽ നിന്നും. പശ്ചിമേഷ്യൻ യുദ്ധം രൂക്ഷമാവുന്ന സാഹചര്യം. ഗ്യാസ് ക്ഷാമം രൂക്ഷമാവുന്നു. ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. പശ്ചിമേഷ്യൻ യുദ്ധം രൂക്ഷമായതോടെയാണ് ഗ്യാസ് ക്ഷാമം വർദ്ധിച്ചത്. ഇതോടെയാണ് പാണ്ടിക്കാട്ടെ ഹോട്ടലുകളുടെ പ്രവർത്തനത്തെയും സാരമായി ബാധിച്ചത്. റമദാൻ വ്രത കാലവും പെരുന്നാളും കഴിഞ്ഞ് തുറന്നു പ്രവർത്തിക്കേണ്ട ചില ഭക്ഷണശാലകളൊക്കെ ഗ്യാസ് ക്ഷാമം കാരണം അടഞ്ഞുകിടക്കേണ്ട അവസ്ഥയാണുള്ളത്. നിലവിൽ തുറന്നു പ്രവർത്തിക്കുന്ന ഭക്ഷണശാലകളൊക്കെ മെനു ചുരുക്കിയാണ് മുന്നോട്ടു പോകുന്നത്. ഗ്യാസ് ഉപയോഗം കൂടുതലായുള്ള മസാലദോശ, പൊറോട്ട ഉൾപ്പെടെയുള്ള വിഭവങ്ങൾക്കും വരും ദിവസങ്ങളിൽ ലഭ്യതക്കുറവ് വരുമെന്ന സാഹചര്യമാണ്. ഗ്യാസ് ടൈറ്റാണ്, ഇപ്പോ ഒപ്പിച്ചു പോവുകയാണ്. ഇതിൽ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് കുടുംബങ്ങൾ 80 കുടുംബങ്ങൾ പട്ടിണിയിലാവും. ഇപ്പോൾ വിറകുമായിട്ടൊക്കെ മുന്നോട്ട് പോകണേ. കുറച്ച് വിറക് ഗ്യാസ് ഇല്ലാതെ ഇനി ഒരാഴ്ച 2-3 ദിവസം കഴിഞ്ഞാൽ അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിറകിനെങ്ങനെ വില കൂടിയുണ്ടോ? വിറകിന് വില കൂടിയിട്ടുണ്ട്. വിറകിന് വില കൂടിയിട്ട് എല്ലാം വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഈ മെനുവിൽ കാണിക്കുന്ന ഫുള്ള് ഐറ്റംസ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? കൊടുക്കാൻ പറ്റുന്നില്ല. പറ്റുന്നുണ്ടെങ്കിൽ ഗ്യാസ് വേണം. പരമാവധി ഒപ്പിച്ചു പോവുക. ജനങ്ങളെ ബുദ്ധിമുട്ട് നമ്മൾ കണക്കിലെടുക്കാണല്ലോ. ജനങ്ങൾ ബുദ്ധിമുട്ടാണ്. ചായ കിട്ടാനില്ല, മറ്റേ കിട്ടാനില്ല. വളരെ പ്രയാസത്തിലാണ്. ഭക്ഷണശാലകളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന മെനു ഐറ്റംസുകൾ മിക്കതും ഒഴിവാക്കി പ്രവർത്തിക്കേണ്ട സാഹചര്യമാണ് നിലവിലേതെന്നും ഗ്യാസ് ക്ഷാമം രൂക്ഷമായതോടെ വിറകിനും വില കുത്തനെ കൂടിയെന്നും അടച്ചുപൂട്ടൽ ഭീഷണിയോടെയാണ് ഓരോ ദിനവും കടന്നു പോകുന്നതെന്നും ഹോട്ടൽ ഉടമകൾ പങ്കുവച്ചു. നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഗ്യാസ് ഇപ്പോൾ തീരെ കിട്ടാതായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഒരുപാട് കുടുംബങ്ങളും ഉപജീവനമാർഗം ചെയ്യുന്ന ഈ ഒരു സ്ഥാപനത്തിൽ ഇപ്പോൾ ഗ്യാസ് ഇല്ലാതായതുകൊണ്ട് 9 പേര് ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. 9 കുടുംബങ്ങളുടെ ഉപജീവനമാർഗമായിരുന്ന ഇത് ഇപ്പോൾ അടച്ചു കൂട്ടേണ്ട സ്ഥിതിയിലായി തീർന്നിരിക്കുന്നു. ഇങ്ങനെ പോയാൽ ഞങ്ങളുടെ കുടുംബം പട്ടിണിയാവുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഗ്യാസ് എന്തായാലും കിട്ടൽ നിർബന്ധമാണ്. നിലവിലെല്ലാ ഭക്ഷണ ഐറ്റംസും കൊടുക്കാൻ കഴിയുന്നുണ്ടോ? നിലവിലെല്ലാ ഭക്ഷണ ഐറ്റംസും ഞങ്ങൾ ഉണ്ടാക്കുന്നത് നല്ല വൃത്തിയിലും. സാധാരണ ഞങ്ങൾ 10 മണിയാകുമ്പോൾ കഞ്ഞി കൊടുത്തിരുന്നാണ്. കഞ്ഞി അതൊക്കെ ഞങ്ങൾ നിർത്തലാക്കിയിരിക്കണമെങ്കിൽ ഗ്യാസ് ഇല്ലാത്ത കാരണം ചായ, എണ്ണക്കടികൾ, അതുപോലെ പലഹാരങ്ങൾ എല്ലാം ഞങ്ങൾ ഉണ്ടാക്കണ്ടേ. എന്നാലും ഇപ്പോൾ 1-2 ദിവസം ഈ പോക്ക് പോകും. ഇങ്ങനെ ഇത് കിട്ടുന്നില്ലാത്തെങ്കിൽ അത് നിർത്തലാവേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ വരുന്നത്. നിലവിൽ ഗ്യാസ് ക്ഷാമം ഹോട്ടലുകൾ, കൂൾബാർ മേഖലയെ മാത്രമല്ല വീടുകളെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. മിക്ക വീടുകളിലും ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കാത്തതുമൂലം ദുരിതമനുഭവിക്കുന്ന അവസ്ഥയിലാണ്. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്.